ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ സ്ഥലമൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ശാസ്താംകോട്ട കായലാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ശാസ്താംകോട്ട കായലിലേക്ക് പോകുന്ന വഴിയാണ്. ഇറങ്ങി ചെല്ലുന്നതാണ് നമ്മൾ കായൽ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഈ ശാസ്താംകോട്ട കായലിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ നാടിന് ശാസ്താംകോട്ട എന്ന പേര് കിട്ടിയത് ശാസ്താവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ശാസ്താവിൻ്റെ കോട്ട എന്നുള്ള പേരിലാണ് ഞങ്ങൾ ശാസ്താംകോട്ടക്കാരെന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഞങ്ങളുടെ ഈ ശാസ്താംകോട്ട കായൽ. ഈ ശാസ്താംകോട്ട കായലിന് 8 ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട്. ഇതിൻ്റെ ശരാശരി ആഴം 6.5 മീറ്ററാണ്. കൊല്ലം നഗരം, മൈനാഗപ്പള്ളി, ശാസ്താംകോട്ട, കുന്നത്തൂർ, പോരുവഴി, പടിഞ്ഞാറേ കല്ലട, ശൂരനാട് തെക്ക് മുതലായ പഞ്ചായത്തുകളിലെല്ലാം കുടിവെള്ളം കിട്ടുന്നത് ഞങ്ങളുടെ ഈ മനോഹരമായ ഈ കായലിൽ നിന്നുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടോ ഫ്രണ്ട്സ്? എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിക്കേ. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. ഞങ്ങളുടെ ശാസ്താംകോട്ടയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം തന്നെ ഇതാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ധാരാളം വിനോദസഞ്ചാരികളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ രാവിലെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഈ കായലിൻ്റെ സൈഡിൽ മൊത്തം മരങ്ങളാണുള്ളത്. ആ മരത്തിൻ്റെ എല്ലാം അടിയിൽ ബെഞ്ച് ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഏത് സമയത്തും ഇവിടെ നല്ല തണലായിരിക്കും. ഈ ബെഞ്ച് ഇപ്പം തന്നെ അവിടെ നമുക്ക് ബെഞ്ചൊക്കെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ധാരാളം വിനോദസഞ്ചാരികളാണോ എന്നറിയത്തില്ല, കുറേ പേർ വന്നിവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ അവരുടെയൊക്കെ പ്രൈവസി നോക്കണമല്ലോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ആ ബെഞ്ചുകളും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റാത്തത്. എത്ര മനോഹരമാണെന്ന് നോക്കൂ ഞങ്ങളുടെ ഈ സ്ഥലം. ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഞങ്ങളുടെ നാട്ടിലെ ഓരോ സ്ഥലങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ ഫ്രണ്ട്സ്. ഇതിലും മനോഹരമായൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.